ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാസ് വേൾഡ് ബ്ലോഗ്സ്. ഇന്ന് നമ്മൾ നിഷാസ് വേൾഡ് ബ്ലോഗ്സിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. ഡേറ്റ്സ് കൊണ്ടുള്ള ഒരു കേക്കാണ്. പാലോ പാലുപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. മുട്ടയോ തൈരോ ഒന്നും ചേർക്കാതെ നമുക്ക് പാല് ഉപയോഗിച്ചിട്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് മൈദ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് മൂന്നും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇവിടെ 2-3 പ്രാവശ്യം നമ്മൾ ഒരു അരിപ്പിയിലോ അല്ലെങ്കിൽ ഒരു ചല്ലടിയിലോട്ട് നന്നായിട്ട് ചലിച്ചെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള മിശ്രിതമാണിത്. പിന്നെ 1 കപ്പ് പൊടിച്ച പഞ്ചസാര. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് ഡേറ്റ്സ്. ഒരു 10-15 ഡേറ്റ്സോളം കുരുക്കളഞ്ഞ് ഒരു 1/4 ഗ്ലാസ് പാലിൽ നമ്മൾ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായി ഫൈൻ പേസ്റ്റ് ആവണമെന്നൊന്നുമില്ല, എന്നാലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ പൊടിച്ച പഞ്ചസാര ആക്കിയ മിക്സി തന്നെയാണിത്. അതിലോട്ട് നമ്മൾ ഇത് ഒന്ന് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഡേറ്റ്സ് ഒരുവിധം ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഒന്ന് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ പാലൊഴിച്ച് അരയ്ക്കാവുന്നതാണ്. നമ്മളിവിടെ മൊത്തം 3/4 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. എഗ്ലെസ് കേക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട ചേർക്കുന്നില്ല. അപ്പോൾ അതിന് പകരം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മൊത്തം 3/4 ഗ്ലാസ് പാല് വേണം. അപ്പോൾ 1/4 ഗ്ലാസ് പാല് നമ്മൾ ഡേറ്റ്സിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 1/2 ഗ്ലാസ് പാല് ഇവിടെയുണ്ട്. ഈ പാല് വേണമെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ച് കുറച്ചുകൂടി നമുക്ക് അരച്ചു കൊടുക്കാവുന്നതാണ്. കുറച്ച് പാൽ കൂടി ചേർത്ത് അരച്ചപ്പോൾ നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട്. നല്ല തണുത്ത പാലൊന്നും എടുക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. 1/2 കപ്പ് ഓയിലാണ്. ഇതിൽ 1/2 കപ്പ് ഓയിൽ ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം. അതല്ല, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറേ കൂടി എണ്ണയെക്കാളും. ഇത് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ അതേ എടുക്കാൻ പാടുള്ളൂ, അല്ലാതെ വെളിച്ചെണ്ണയൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഒരു ബൗളിൽ നമ്മൾ ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1/2 കപ്പ്. ഇനി നമുക്കിതിലോട്ട് ഇവിടെ വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, അതും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരേ രീതിയിൽ വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരിക്കലും ഇങ്ങനെ അങ്ങനെയൊന്നും ഇളക്കരുത്. ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസിൽ തന്നെ നമ്മൾ ഇളക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഡേറ്റ്സിൻ്റെ മിശ്രിതം ഇട്ട് കൊടുക്കാം. ഡേറ്റ്സും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ബാക്കിയുള്ള പാല് കൂടെ ചേർത്ത് കൊടുക്കാം. പാല് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായി ഈ മൈദ കൂട്ട് നമ്മൾ ഇതിലോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യമായിട്ട് വേണം ഈ മിക്സ് ഇടാൻ വേണ്ടിയിട്ട്. ഈ മൈദ മിക്സ് ഇട്ടതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് വേണം ഇളക്കാൻ. ഒരുപാട് സ്പീഡിലൊന്നും ഇളക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് അല്പമായി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മൈദയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മെല്ലെ വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. നട്ട്സ് ഇട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നട്ട്സൊക്കെ ഈ സമയം ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നട്ട്സ് ഇട്ട് കൊടുക്കാം. അതല്ല, മേലെ മാത്രം നട്ട്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം. ഇപ്പം നമ്മൾ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മൈക്രോവേവ് ഓവനിലാണ് വെക്കാൻ പോകുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് അത് പാത്രത്തിൽ ആക്കിയിട്ട് വെക്കാവുന്നതുമാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലൊരല്പം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം. ശേഷം ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം. ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി എല്ലാവിടെയും ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മൈദാപ്പൊടി തൂവാവുന്നതാണ്. എന്നിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അപ്പം മൈദാപ്പൊടി എല്ലാം തൂവി നന്നായി തട്ടി കൊടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തും ആവുന്നതുപോലെ. ഇനി നമുക്ക് ഈ കേക്ക് മിക്സ് ഇതിലോട്ട് മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഓവൻ ഓണാക്കിയിട്ട് ഈ മിക്സ് ഒഴിക്കുന്നതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോവേവ് ഓൺ ചെയ്ത് കൺവെക്ഷൻ എന്നുള്ള ബട്ടൺ അമർത്തി ജസ്റ്റ് അപ്പോൾ 180 ഡിഗ്രി തന്നെയാണ് വരുന്നത് കൺവെക്ഷൻ.
സ്റ്റാർട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് പ്രീ ഹീറ്റ് ആവും. പ്രീ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേറെ നമ്മൾ റാക്കോ ഒന്നും വെച്ചിട്ടല്ല, വെറുതെ തന്നെയാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രീ ഹീറ്റിൻ്റെ സമയം കഴിയുന്ന സമയത്ത് നമുക്കൊരു ബീപ്പ് സൗണ്ട് കേൾക്കാം. 2-3 പ്രാവശ്യമായിട്ട് ബീപ്പ് സൗണ്ട് കേൾക്കാം. നമ്മൾ ഡോറ് തുറന്ന് ലോ റാക്ക് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കേക്കിൻ്റെ മിക്സ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിലോട്ട് വെക്കാവുന്നതാണ്. നട്ട്സ് വേണമെങ്കിൽ നമുക്കിതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂസ് കുറച്ചൊന്ന് പൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നട്ട്സും ബ്ലാക്ക് റൈസിൻസൊക്കെ വെച്ച് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് ലോ റാക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഈ കേക്ക് മിക്സ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഡോറടച്ച് നമ്മൾ കൺവെക്ഷൻ എന്നുള്ള ബട്ടൺ തന്നെയാണ് ഇപ്പോൾ ആയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ടൈം മാത്രമാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 25 to 30 മിനിറ്റ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 30 മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു 25 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് നോക്കാം. 30 കൊടുത്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ടെന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇവിടെ മെല്ലെ കേക്ക് ബാറ്റർ കണ്ടോ ഇങ്ങനെ തിരിയുന്നുണ്ട്, ഇത് റെഡി ആവുന്നുണ്ട്. ഇനി നമുക്ക് ഓവൻ ഇല്ലാത്തവർക്ക് ഇതേപോലെ നമ്മളൊരു അലുമിനിയം പാത്രമോ അല്ലെങ്കിൽ കുക്കറോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഗ്യാസിൽ ഇതുപോലെ ഫുൾ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം, മൂടി വെച്ചിട്ട്. ശേഷം ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ കേക്ക് മിക്സ് കൊടുത്ത് വളരെ സിമ്മിലാക്കി അരമണിക്കൂർ വയ്ക്കാവുന്നതാണ്. നമുക്ക് 25 മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ 30 മിനിറ്റ്സ് കൊടുത്തതിൽ ബാക്കി 7 മിനിറ്റ്സേ അവിടെ റിമൈനിങ് ഉള്ളൂ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്കൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. എന്താണെങ്കിൽ നമുക്ക് 25 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. ഇനി 1 മിനിറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2 മിനിറ്റ്സ് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുറക്കാവുന്നതാണ്. 25 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. തുറന്നിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമ്മൾ ഒന്ന് നോക്കുന്നുണ്ട്. ടൂത്ത് പിക്കെല്ലാം നല്ല ക്ലിയറാണ്, ഒന്നും മാവിൻ്റെ മിക്സോ ഒന്നും കാണുന്നില്ല. അപ്പോൾ നന്നായി കേക്ക് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് പുറത്ത്. നമ്മുടെ കേക്കെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ബൗളിൽ നിന്നും ഈ കേക്ക് ട്രേയിൽ നിന്നും എടുക്കാവുന്നതാണ്. കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കേക്ക് പെർഫെക്റ്റായി ഇവിടെ വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. ഓവൻ ഉള്ളവരും ഓവൻ ഇല്ലാത്തവരും എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുട്ടയൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം പാലുപയോഗിച്ച് നമുക്ക് കേക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ കമൻസുമാണ് എന്നെ ഓരോ ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻസ് എന്തായാലും രേഖപ്പെടുത്തുക തന്നെ വേണം.